അതെ, മുഖത്തെ പാടുകളൊക്കെ മാറാൻ വേണ്ടി പാരലൗലി ഒക്കെ പെടുത്തിയിട്ടുണ്ടല്ലോ. മറ്റേ ലൗലിയൊക്കെ പറ്റി ആകെ ഇറങ്ങാറാവാറില്ലേ. ഇവിടെ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വന്നപ്പോൾ ഒരു ദിവസം രാവിലെ വന്നിരുന്നു, ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുഖത്ത് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പൊങ്ങിയെന്നാണ് പറയണേ. ആ പൊങ്ങിയതിൻ്റെ ഫോട്ടോ ഇതിൽ കാണുന്നതാണ്. ഇങ്ങനെ മുഖത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഈ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇവരെ നോക്കിക്കോട്ടെ, എങ്ങനെയാണ് ഇത് മാറിയെന്നുള്ളത് അവർ പറയും. എന്ത് രോഗത്തിനാണ് ചികിത്സിക്കുന്നത്? അപ്പൊ അതിനാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ മൂന്നാമത്തെ ദിവസമാണ് കണ്ണൂർന്നിട്ടാണ് മുഖത്ത് ഇത് ഇങ്ങനെ പൊങ്ങി വന്നത്. അത് സാറിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ എന്തെങ്കിലും തേക്കണോ, ഭയങ്കര ചൊറിച്ചലും. അപ്പൊ ഒന്നും തേക്കണ്ട. മൂന്നാമത്തെ ദിവസം നമ്മൾ ട്രീറ്റ്മെന്റിന് വന്നിരിക്കുമ്പോ ഇങ്ങനെ ഇല്ല, ഈ സാധനമൊന്നും ഇല്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കണ്ണു കൊടുക്കുമ്പോൾ പൊങ്ങി തുടങ്ങി, പൊങ്ങി വന്ന് ശരിക്കും നന്നായിട്ട് പൊങ്ങി. അത് എനിക്ക് മനസ്സിലാവണ്ടായി അത് പൊങ്ങി വന്നത്. എന്തോ മുഖത്തെന്തോ ഉണ്ട്, ഭയങ്കര ചൊറിച്ചിൽ പറഞ്ഞു. ഇന്നലെയാണ് ഇത് മുഖം കഴുകി കഴിഞ്ഞപ്പോഴാണ് മുഖം ഇങ്ങനെ നല്ല ചോട്ടായിട്ട് ഇരിക്കേണ്ടി. സത്യത്തിൽ ഒരു രോഗം മാറാൻ നേരത്ത് ശരീരത്തിൽ പല സംഭവങ്ങളും വരുമെന്ന് നമ്മൾ പറയാറുണ്ട്. അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളാണ് രോഗമെന്നും അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ ശരീരം പുറന്തള്ളിയാൽ രോഗം മാറുമെന്നാണ് സത്യത്തിലെ സയൻസ്. നമ്മളിവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മുഖത്ത് അങ്ങനെയൊക്കെ ഒരു സംഭവം വന്നാൽ പൊതുവിൽ ജനങ്ങൾ ഉണ്ടാക്കുന്ന വെച്ചാൽ അത് അല്ലാത്ത ക്രീമുകൾ പറ്റി കളയാനാണ് നോക്കുക. അതല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ മാലിന്യങ്ങൾ വന്നു, ഇപ്പോൾ എൻഡോമെട്രിയോസിസ് വന്നു, അല്ലെങ്കിൽ മുഴകൾ വന്നു. ആ മുഴകൾ, ഉള്ളിലുള്ള മുഴകളെ ശരീരം പുറന്തള്ളുന്ന പല രീതികളുണ്ടാവും. അങ്ങനെ ശരീരത്തിൽ നിന്നും അതെല്ലാം മാലിന്യം പുറന്തള്ളിയാൽ രോഗം മാറുമെന്നാണ്. പക്ഷെ സത്യത്തിൽ നമ്മൾ അതിനൊന്നും സമ്മതിച്ചു കൊടുക്കില്ല. ആ മാലിന്യത്തെ കളയാൻ സമ്മതിക്കില്ല, പകരം അതിനെ സഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ചിലപ്പോൾ മുഴകൾ വളരും. മുഴകൾ വളരാതിരിക്കാനും ക്യാൻസറുകൾ വളരാതിരിക്കാനും പനി, ജലദോഷം, ചുമ, ഛർദ്ദിൽ, തുമ്മൽ, ചൊറിച്ചിൽ പോലുള്ള സാധനങ്ങളെ സഡേറ്റ് ചെയ്യരുതെന്നാണ് സത്യത്തിൽ സയൻസ് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇവർക്കുണ്ടായിരുന്ന ചൊറിച്ചിലും അവർക്കുണ്ടായിരുന്ന മുഖത്ത് വന്നതും. എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ശരീരത്തിലെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിൻ്റെ ഒരു ഭാഗമായാണ് അവർക്കത് വന്നതെങ്കിൽ ആ വന്ന സാധനം വേറൊന്നും ചെയ്യാതെ തന്നെ നമ്മളുടെ ചികിത്സ കൊണ്ട് മാത്രം, എനർജി ഹീലിംഗ് കൊണ്ട് മാത്രം, ഇൻവെയിൽ ഹീലിംഗ് കൊണ്ട് മാത്രം അത് സുഖപ്പെട്ടു എന്ന് മാത്രമല്ല, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ശരീരത്തിന് മാറ്റം വന്നു. അപ്പോൾ ആ സംഭവമൊന്നും ഇല്ലല്ലോ, നല്ല ഫുള്ളായിട്ട് മാറി. അതിനെന്താ പറ്റിയത്? ഒന്നും പറ്റില്ല. പിന്നെന്ത് ചെയ്ത്? വെറുതെ വെള്ളം ഒഴിച്ച് കഴുകി, സാധാ വെള്ളം ഒഴിച്ച് കഴുകി, ഒന്നും കഴുകില്ല. ഞാൻ 24 ദിവസം ട്രീറ്റ്മെന്റിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് പോയി. എൻഡോമെട്രിയോസിന്റെ വിഷയത്തിന് വന്നതാണ്. അപ്പോൾ മുഖത്ത് ഇങ്ങനെയൊക്കെ വന്ന ആകെ വൃത്തികേടായി. പക്ഷെ ഇപ്പൊ ഒന്നും തേക്കാതെ തന്നെ വൃത്തിയായി. സാധാരണ ഇവിടെ വരുന്നതിലും മുമ്പുള്ള മുഖത്തിനേലും നല്ല മാറ്റമുണ്ട്. അപ്പൊ നാട്ടുകാരൊക്കെ എന്താ ചോദിക്കണേ? വീട്ടിലുള്ളവര് എന്താ തേക്കണേന്ന്? സാധാരണ തേച്ചാലാണല്ലോ അത് മാറുള്ളൂ. അപ്പൊ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു തേച്ചില്ല, പക്ഷെ പറഞ്ഞിട്ട് വിശ്വസിക്കല്ല, എന്തോ തേച്ചില്ലാണ് അവര് തേച്ചിട്ടില്ല. എന്നിട്ട് എൻഡോമെട്രിയോസിന് വന്നിട്ട് അതിന്റെ റിസൾട്ട് എന്താണ് അവസ്ഥ? നടുവേദന ഉണ്ടായിരുന്നു, പിന്നെ ഈ വയറിന്റെ വലത് ഭാഗത്ത് ഭയങ്കര അതൊക്കെ മാറ്റമുണ്ട്. രാത്രി ഉറക്കമൊന്നും ഉണ്ടായില്ല എനിക്ക്. പിന്നെ ഭയങ്കര വിറവലും ഷുഗർ, പ്രഷറൊക്കെ കുറഞ്ഞു. ഇപ്പൊ അതൊന്നും ഇല്ല, എല്ലാം മാറിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പമാണ് ഈ മുഖത്ത് ഇങ്ങനെ സാധനം വന്നത്. അപ്പൊ ഒന്ന് പേടിച്ചു പോയി, നല്ലോണം പേടിച്ചു. പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എല്ലാവരും ഇങ്ങനെ നോക്കണായിരുന്നുണ്ട്. പിന്നെ മാസ്ക് ഇട്ടിട്ടാണ് വന്നത്. ഇവിടെ ഒരു മാസ്ക് വരും, ആൾക്കാർ കാണാതിരിക്കാൻ മാസ്ക് ഇട്ടിരുന്നു. അപ്പൊ ആ വൃത്തികൾ മാറി. ഏതൊരു രോഗത്തിനും ചികിത്സ നടത്തുമ്പോൾ ആ ചികിത്സയിൽ ഉറച്ചു നിൽക്കുക. ആ ചികിത്സയുടെ റൂട്ടിൽ, ആ ഒരു ചികിത്സയിൽ വരുന്ന പ്രശ്നങ്ങളെ ആ ഒരു ചികിത്സ കൊണ്ട് തന്നെ പ്രതിരോധിക്കലായിരിക്കും എപ്പോഴും നല്ലത്. അതല്ലാതെ അതിനെ സഡേറ്റ് ചെയ്യാൻ നോക്കിയാൽ, ആ ഒരു ചികിത്സയിൽ ഇരിക്കുമ്പോൾ മറ്റു പല വിഷയങ്ങൾ വരുമ്പോൾ അതിനെ സഡേറ്റ് ചെയ്യാൻ മറ്റു മരുന്നുകൾ പുരട്ടുമ്പോൾ പലപ്പോഴും നമുക്ക് മറ്റു വലിയ രോഗങ്ങൾ വരാറാണ് പൊതുവിൽ സാധ്യത. ഇപ്പോൾ ക്യാൻസറുകളും ട്യൂമറുകളൊക്കെ വർദ്ധിക്കുന്നു, കിഡ്നി രോഗങ്ങൾ വർദ്ധിക്കുന്നു. കാരണം എന്തെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കാരണവും അന്വേഷണവും നടക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം.